ഹായ് ഓൾ, മാജിക് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നല്ലോ? ഹാപ്പിയാണ് മാം. ഓക്കെ, പറ്റുന്നവരൊക്കെ വീഡിയോ ഓൺ ചെയ്യാം. ഓക്കെ, എനിക്കൊരു കാര്യം പറയാനുള്ള എന്താന്ന് വെച്ചാല്, ഇന്ന് നമ്മുടെ ഒരു മന്ത് സ്റ്റാർട്ടിംഗ് ആണ്. അതുപോലെ തന്നെ ഒരു വർക്കിംഗ് ഡേയ്സിലെ ഒരു വീക്ക് സ്റ്റാർട്ടിംഗ് കൂടെയാണ്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുക. ഇന്ന് നമ്മുടെ സേഫ് വാഴപ്ര സാറിന്റെ ക്ലാസ് ആണ്. നിങ്ങൾക്കറിയാം, ലോ ഓഫ് അട്രാക്ഷൻ ആണ് ടോപ്പിക്. അപ്പൊ സാറെ ഞാൻ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത് ഉണ്ടാവില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഈ ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സേഫ് സാറ് ഇൻവൈറ്റ് ചെയ്യാണ്. സർ, പ്ലീസ് വെൽക്കം. Thank you, Mufida. Thank you, team. Once again, എല്ലാവർക്കും മാജിക് മോർണിംഗ്. മുഫീദ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഒന്ന്, ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്ന ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. മണിസാറൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒന്ന് ശ്വാസം നേരെ വിട്ടൊരു ദിവസമായിരിക്കും. ഓക്കെ, മാർച്ച് 31 വരെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഏപ്രിൽ 1 ആകുമ്പോൾ ഒന്ന് ശ്വസിച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ബേർഡനൊക്കെ അവസാനിച്ച് ഒരു ഫ്രഷ്നെസ്സിനോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ഡേ ആയിരിക്കും മേ ബി ഇന്നെന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറച്ച് കോഴ്സുകളെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഇത് ലോ ഓഫ് അട്രാക്ഷനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കോഴ്സുകളാണ് താനും. ഓക്കെ, അപ്പോൾ ആ കോഴ്സുകൾ ഏതൊക്കെയാണ്? ഒരു 5-6 കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക. ഓക്കെ, നിങ്ങളോട് സംസാരിക്കാൻ ആകെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതാണ്. അവിടെ ആ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ വളരെ മഹാന്മാരായിട്ടുള്ള ലൈഫിൽ സക്സസ് ആയിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ കോഴ്സുകൾ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ലൈഫിലെ ഒരു ജേണിന്നാണത് ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനായിട്ട് ബന്ധപ്പെട്ട കോഴ്സിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും ഇപ്പൊ അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതുമായിട്ട് കണക്ട് ആയിട്ടാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ഏതാണ്? അപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൂവി ഏതാ? അല്ലെ, ആടുജീവിതം എന്നുള്ളൊരു മൂവി നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അതിൽ ഇന്ന് നിങ്ങൾ പല ആളുകളും, സത്യം പറഞ്ഞാൽ ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല. കാരണം കുറച്ച് സെന്റിമെന്റൽ ബുക്കാണെന്ന് പറഞ്ഞപ്പോൾ വായിച്ചിട്ടുണ്ട്. ഈ ഫിലിം കണ്ടു കഴിഞ്ഞിട്ടൊന്ന് വായിക്കാനായിരുന്നു. ഇതിന് മുമ്പ് ആ സ്റ്റോറി എനിക്ക് വേണ്ടാന്ന് കഴിയും. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന 2 കാര്യങ്ങളാണ്. അതിൽ 2 വ്യക്തികളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് അതിന്റെ ഫിലിം ഡയറക്ടർ മിസ്റ്റർ ബ്ലെസ്സിയെ കുറിച്ചിട്ടും, ഒന്ന് അതിലെ റിയൽ കഥാപാത്രം നജീബിനെ കുറിച്ചിട്ടും. ബ്ലെസ്സി തന്നെ അല്ലെങ്കിൽ ബെന്യാമിൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, 30% അദ്ദേഹത്തിന്റെ സ്റ്റോറിയും ബാക്കി 70% എൻ്റെ ഇമാജിനേഷനും കൂടിയിട്ടാണ് ഞാൻ ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുന്നത്, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബി മാജിക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ട് 1400 ദിവസമാണ് ആയിട്ടുള്ളത്. 1400 ദിവസത്തിന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം. 1400 ദിവസമാണ് ബി മാജിക് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടായിട്ടുള്ളത്. 1400 ഡിവൈഡ് 365 എന്ന് പറയുമ്പോൾ 3 വർഷവും 83 ദിവസമാണ് ആയിട്ടുണ്ടാവുക എന്നതാണ്. അപ്പോ ഇനി നമുക്ക് വേറൊരു ഇതും കൂടെ ചെയ്തു നോക്കാം. 365 × 16 5840 ദിവസം, അതായത് 16 വർഷമാണ് ഈ ഒരു സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടിയിട്ട് ബ്ലെസ്സി എന്ന് പറയുന്ന ഒരാൾ കാത്തിരുന്നു. 16 വർഷം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2 മണിക്കൂറും 45 മിനിറ്റുള്ള ഒരു സിനിമ എടുക്കുന്നതിന് വേണ്ടിയിട്ട് 16 വർഷത്തോളം കാത്തിരിക്കുന്നതിനാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഒറ്റ ഫോക്കസ്, ഒറ്റ ലക്ഷ്യം എന്നുള്ളത്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുക. അയാളുടെ മുന്നിൽ ഇതിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഫിനാൻഷ്യൽ സ്ട്രഗ്ലിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ട്, ഫാമിലിയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഈ സമയത്തൊക്കെ ഈ നജീബ് എന്നുള്ള കഥാപാത്രത്തിന് എങ്ങനെ
അബ്രപാളിയിലേക്ക് ആളുകളിലേക്ക് എത്തിക്കുമെന്നതിനെ കുറിച്ചിട്ട് ഇങ്ങനെ ചിന്തിച്ച് അത് മാത്രം സ്വപ്നം കണ്ട അദ്ദേഹം ഇങ്ങനെ കഴിയാണ്. 10 വർഷം എടുത്തു അതിന്റെ തിരക്കഥ കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്, 6 വർഷം ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ 20 വർഷം എടുത്തു. ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാണ് 20 വർഷത്തെ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് ഒരാൾ വർക്ക് ചെയ്യുക എന്നതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് 16 വർഷം അതിനു വേണ്ടിയിട്ട് മാറ്റി വെച്ചു എന്ന് പറയുന്നത്. ഈ 16 വർഷത്തില് പൃഥ്വിരാജ് ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ടാവും, വേറെ കുറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബ്ലസ്സി എന്ന് പറയുന്ന ഒരു സംവിധായകന്റെ മുന്നിൽ ഒറ്റ പ്രൊജക്റ്റേ ഉള്ളായിരുന്നു, വൺ എ സിംഗിൾ പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റ് ആളുകളിലേക്ക് വരുന്നതും അത് സൊസൈറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളും അത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസുകളും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന പ്രിവിലേജസും ഒക്കെ ഇതിനു മുന്നേ അദ്ദേഹം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ടാകും. ഇതെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടാണ് ആ ഫിലിം നമ്മുടെ മുമ്പിലേക്ക് അദ്ദേഹം റിലീസ് ആക്കിയിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞ കാര്യം, നമ്മൾ എത്ര കാലം നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ഇതേപോലെ കാത്തിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. ഒരു 3 മാസം കഴിയുമ്പോഴേക്ക്, 2 മാസം കഴിയുമ്പോഴേക്ക്, 15 ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറില്ലേ? യെസ് ഓർ നോ? കുറച്ചു കാലം നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി നമ്മൾ പോകുമ്പോൾ നമുക്ക് മടുപ്പ് അനുഭവപ്പെടാറുണ്ടോ ഇല്ലേ? അതാണ് ഈ ലോകത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളുടെയും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അവര് മടുപ്പ് അവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ബ്ലസ്സി എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്ത ആളൊക്കെ ആലോചിച്ചിട്ടുണ്ടാകും. മടുപ്പ് അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവും. ആ മടുപ്പിനെ ഓവർകം ചെയ്യാനുള്ള മെന്റൽ കപ്പാസിറ്റി ആരാണോ സൃഷ്ടിച്ചെടുക്കുന്നത് അവർക്കാണ് ലൈഫിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുക. ഞാൻ ഒരുപാട് തവണ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്യാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിക്കുമെന്നുള്ളതല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളതല്ല. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ഇന്നർ ഫീലിംഗ് എന്താണോ അത് നിങ്ങളിലേക്ക് വരും. ഇന്നർ ഫീലിംഗ് ഗുഡ് ആണെങ്കിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഇന്നർ ഫീലിംഗ് ഡൗട്ട്സ് ആണെങ്കിൽ റിസൾട്ട് ഡൗട്ട്സ് ആയിരിക്കും. ഇന്നർ ഫീലിംഗിൽ ബിലീഫ്സ് ആണെങ്കിൽ റിസൾട്ട് ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റോറി അല്ലെങ്കിൽ ബ്ലസ്സിയുടെ ഒരു കഥ ഞാൻ പറയാൻ കാരണം, നിങ്ങളൊന്ന് സ്വയം നിങ്ങളോട് ചോദിച്ചു നോക്കുക, എൻ്റെ ഒരു സ്വപ്നത്തിന് വേണ്ടി, ഒറ്റ സിംഗിൾ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ 2 വർഷം 3 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി ഇതാണ് എൻ്റെ സ്വപ്നം, ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയാലേ പറ്റുള്ളൂ എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലാതെ ഞാനോ നിങ്ങളോ ഇതേപോലെ ഒരൊറ്റ സ്വപ്നത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും അത് നേടിയെടുക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും നാളെ ബെസ്റ്റ് ആവുന്നല്ലോ പറയുന്നത്. നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു സ്വപ്നമുണ്ട്. ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു 2 വർഷമോ 3 വർഷമോ നിങ്ങൾ അതേ സ്വപ്നത്തിന് വേണ്ടി കഴിഞ്ഞാൽ, അതിനു വേണ്ടിയിട്ട് മാത്രം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും, എനിക്കും കിട്ടും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, എല്ലാ ദിവസവും ആ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ഒരു 5 സ്റ്റെപ്പുകൾ. എന്താണ് നിങ്ങളുടെ ആ സ്വപ്നം? ആ സ്വപ്നത്തിലേക്കുള്ള 5 സ്റ്റെപ്പ് എന്ന് എനിക്ക് എന്തെടുക്കാനുള്ളത്? വാട്ട്സ് സ്റ്റെപ്പ് 1, വാട്ട്സ് സ്റ്റെപ്പ് 2, വാട്ട്സ് സ്റ്റെപ്പ് 3, വാട്ട്സ് സ്റ്റെപ്പ് 4, വാട്ട്സ് സ്റ്റെപ്പ് 5? ഈ 5 കാര്യങ്ങൾ ഇന്ന് ഞാൻ കിടക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടേ കിടക്കുമെന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ആ 5 സ്വപ്നങ്ങൾ എന്താണ്? ആ സ്വപ്നങ്ങളിലേക്ക് എത്താനുള്ള 5 സ്റ്റെപ്പുകൾ എന്താണ്? എന്താണ് നിങ്ങളെ ഉറക്കം കെടുത്തുന്ന ആ ഡ്രീം എന്താണ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബ്ലസ്സി കണ്ടിട്ടുണ്ടാവില്ല ഇതിനു മുമ്പ് അദ്ദേഹത്തിന് എല്ലാ പത്രക്കാരും ഇന്റർവ്യൂ ചെയ്യുന്നത്, പല സംവിധായകരും എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അദ്ദേഹം ഇനി പല അവാർഡുകളും അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്, അവാർഡുകൾ ലഭിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഇതിൽ നജീബാണ്. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ലെങ്കിലും ഞാൻ ഒറ്റ കാര്യമാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നജീബ് എന്ന് പറയുന്ന വ്യക്തി ഈ പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയൊക്കെ കടന്നുപോയ സമയത്ത് എപ്പോഴെങ്കിലും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവോ, ഒരിക്കൽ എന്നെ ഇതേപോലെ പത്രക്കാർ ഇന്റർവ്യൂ ചെയ്യും, ഒരിക്കലും എനിക്ക് ഇതേപോലെ അവാർഡുകൾ ലഭിക്കും, ഒരിക്കലും ഞാൻ ഈ കേരളം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവും എന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും ആ സമയത്ത്? യെസ് ഓർ നോ? യെസ് ഓർ നോ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. യെസ് ഓർ നോ എന്നുള്ളത് കമന്റ് ചെയ്യാം. നജീബ് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവോ എന്നുള്ളത് അല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കാം, നമ്മുടെയൊക്കെ ലൈഫിൽ എവറി ഹാർഡ്ഷിപ്പ് ദർ ഈസ് എ ഈസിനെസ്. നജീബും ഒരിക്കൽ ചിന്തിച്ചിട്ടുണ്ടാവും എനിക്കും ഫേമസ് ആവണം എന്നുള്ളത്.
ഞാനും ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ അറിയപ്പെടുന്ന ആളാവണം എങ്കിൽ അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിലും എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ആ ചിന്തയിലേക്ക് അദ്ദേഹത്തിനെ കടത്തിവിട്ടിരിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകളിലൊക്കെ അദ്ദേഹം പിടിച്ചു നിന്നതാണ് ഇന്ന് നജീബിനെ നമ്മൾ ആഘോഷമാക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹം ഫേമസ് ആയിരിക്കുന്ന ഒരു കാര്യം. എവറി ഹാർഡ്ഷിപ്പ് ദർ ഇസ് എ ഈസിനെസ്. എവറി ഹാർഡ്ഷിപ്പ് ദർ ഇസ് എ ഈസിനെസ് ഒരു ഖുറാനിക വചനമാണ്. ഇന്നമാലൂസിൻ യുസ്ര എന്ന് പറയുന്ന ഒരു ഖുറാനിക വചനം. എന്ന് പറഞ്ഞാല് നിങ്ങളുടെയൊക്കെ ലൈഫിൽ പ്രയാസങ്ങളിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ, സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്ന ഒരു സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് സംഭവം ലോ ഓഫ് അട്രാക്ഷന്റെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി തുടങ്ങുമ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ആളിൽ അതേ രീതിയിൽ, അതേ ക്യാരക്ടറുള്ള, അതേ മൈൻഡ് സെറ്റുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എത്താൻ സാധിക്കില്ല. കാരണം എന്താ? നിങ്ങളൊരു പടയാളിയായിരുന്നു. ഒരു പടയാളി, ഒരു പടർക്കളത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധം ചെയ്യാനുള്ള ഒരു സാധാ സൈന്യമായിരുന്നു നിങ്ങൾ. ആ സൈന്യത്തിലുള്ള ഒരു ഭടനായിരുന്നു, ഒരു പടയാളിയായിരുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ഈ പടയാളിയായിട്ട് എന്നിരിക്കാനല്ല. നിങ്ങൾ ആഗ്രഹിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ ക്യാപ്റ്റൻ ആവാനായിരുന്നു. ക്യാപ്റ്റൻ ആവണമെങ്കിൽ ഇത്രയും പടയാളികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഇത്രയും പടയാളികളെ മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ ആ യുദ്ധം വരുന്ന സമയത്ത്, യുദ്ധം നടക്കുന്ന സമയത്ത്, പ്രയാസങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ഈ ടീമിന്റെ മുന്നിലേക്ക് ചെന്ന് അതിനെ നയിച്ചിട്ട് അയാളുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലാണ് ഇദ്ദേഹത്തിന് പടയാളിയായിട്ട് എന്ത് ചെയ്യുള്ളൂ? പ്രൊമോഷൻ ലഭിക്കുക. സോറി, ഇദ്ദേഹത്തിന് ക്യാപ്റ്റനായിട്ട് പ്രൊമോഷൻ ലഭിക്കുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പ്രൊമോഷൻസ് ഉണ്ട്. ഒരുപാട് ഗവൺമെന്റ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ താഴെ തട്ടുന്ന ടീം ലീഡർ, മാനേജർ, അല്ലെങ്കിൽ CI, SI എന്നൊക്കെ പറയുന്ന പല പൊസിഷനിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ടാവും. എന്നതുപോലെ നമ്മുടെ സെൽഫ് ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൊമോഷൻസ് ഉണ്ട്. ആ പ്രൊമോഷൻസ് നിങ്ങളാ കൊടുക്കുക, വേറെ ആരുമില്ല. അതിനാണ് നമുക്ക് ലൈഫ് സ്കിൽ എന്ന് പറയുന്ന സംഭവം വേണ്ടത്. നിങ്ങൾക്കാണ് ആ പ്രൊമോഷൻസ് കൊടുക്കാൻ അർഹതയുള്ളത്. നിങ്ങളാണ് ആ പ്രൊമോഷൻസ് കൊടുക്കുക. ആ പ്രൊമോഷൻസ് എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുകയോ ഇല്ലെന്ന് മനസ്സിലാവുക. അത് മനസ്സിലാവുന്നത് മുന്നേ ഒരു സിറ്റുവേഷൻസിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മൾ വളരെ തളർന്നിരുന്നു. സെയിം സിറ്റുവേഷൻസ് ഒരു ആഫ്റ്റർ 1 year 2 year നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് കൂളായിട്ട് ഇരിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഐ ക്യാൻ ഹാൻഡിൽ ഇറ്റ് വെരി ഈസിലി ആൻഡ് സ്മൂത്ത്ലി. എനിക്ക് ആ കാര്യങ്ങളെ വളരെ ഈസി ആയിട്ട്, സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും പ്രൊമോട്ടർ ആയിട്ടുണ്ട് നിങ്ങൾ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് എന്റെ ജോലി നഷ്ടപ്പെട്ടത്, അന്ന് എന്റെ ലൈഫിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായത്, ഇന്ന് എന്റെ ലൈഫിൽ റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുണ്ടായത്, അന്ന് എന്റെ ലൈഫിൽ ഞാൻ ആളുകളുടെ ഇടയിൽ മാനം കിട്ടുപോയത്, എല്ലാം ഇതിനു വേണ്ടിയിട്ട് ഇവിടേക്ക് എന്നെ എത്തിക്കാനും വേണ്ടിയിട്ടായിരുന്നു. നജീബ് കടന്നു പോയതുപോലെ നമ്മൾ കടന്നു പോകാതിരിക്കട്ടെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ ആളുകളുടെയും കഥ ഇതേപോലെ ഒരു ബെന്യാമിനെ എഴുതുകയാണെങ്കിൽ ഇതേപോലെ ഇൻസ്പയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ബഷീർ ഖാന്റെ കഥ ഇതാണ് ബെന്യാമിൻ, മണിസാറുടെ കഥ ഇതാണ് ബെന്യാമിൻ, എന്റെ കഥ ഇതാണ് ബെന്യാമിൻ. നമ്മുടെ 30% നമ്മുടെ ലൈഫ് സ്റ്റോറിയും 70% അദ്ദേഹത്തിന്റെ ഇമാജിനേഷൻസ് ഉണ്ടെങ്കിൽ നമ്മളിലൊക്കെ ഒരു നജീബ് ഉണ്ടാവും. നമ്മളൊക്കെ കടന്നു പോയിരിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കഥ ബെന്യാമിൻ എഴുതാൻ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് എഴുതി നോക്കൂ ഇവുണ്ടാകുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളൊരു സമയത്ത് അത്രയും മടുത്ത് വെറുത്ത് ഇനി എന്നെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് കരുതിയിരിക്കുന്ന ആ സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ എണീറ്റ് കൈകൊണ്ട് കൊടഞ്ഞ് പൊടി തട്ടി ചളി തട്ടി മാറ്റി ആളുകളെ പരിഹാസം വകവെക്കാതെ മുന്നോട്ട് പോന്ന് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ശരിയാണ് അന്ന് എൻ്റെ ലൈഫിൽ അത് സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ ഇത്രയും ശക്തയായി കരുത്തനായി നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിക്കുന്നത്? എന്നെ കൂടുതൽ കരുത്തനാക്കി തരണം, എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കി തരണം. ഒരാൾ എങ്ങനെ സ്ട്രോങ് ആവുക? എങ്ങനെ ബഷീർക്ക് ഒരാൾ സ്ട്രോങ് ആവുക? ഒരു മനുഷ്യന്റെ മൈൻഡ് സെറ്റ് എങ്ങനെ സ്ട്രോങ് ആവുക? ഒരു മനുഷ്യന്റെ ശരീരം എങ്ങനെ സ്ട്രോങ് ആവുക? എങ്ങനെ സ്ട്രോങ് ആവുക? ശരീരം സ്ട്രോങ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് ഒരു മെന്ററുടെ കീഴിൽ ജിമ്മിലൊക്കെ പോയിട്ട് ചെയ്യണം, അല്ലേ? ഡയറ്റ് പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 6 pack ബോഡി അല്ലെങ്കിൽ നല്ല ഫിറ്റ് ആയിട്ടുള്ള ബോഡിയെ കിട്ടും. അതിനെന്ത് വേണം? ഹാർഡ് ആയിട്ടുള്ള
ഫിസിക്കൽ എക്സസൈസ് വേണം. സെയിം ലൈക്ക് ദാറ്റ് ഒരാളുടെ മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആകും, എങ്ങനെ ബഷീർക്ക് സ്ട്രോങ് ആകും, ഒരാളുടെ മൈൻഡ് എങ്ങനെ സ്ട്രോങ് ആകും? മെന്റൽ എക്സസൈസ്, അഫർമേഷൻ. മെന്റൽ എക്സസൈസ്, അഫർമേഷൻസ്. വേറെ അയാള് ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോഴാണ് ആക്ച്വലി അയാളുടെ മൈൻഡ് സ്ട്രോങ് ആകും, അല്ലെ? മെന്റൽ എക്സസൈസും അഫർമേഷൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഹാർഡായിട്ടിരിക്കുന്ന സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുമ്പോൾ അതിനെ തരണം ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യും? സഹായിക്കും. തരണം ചെയ്യാനും വേണ്ടി സഹായിക്കും. അപ്പൊ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരു ഉയർച്ച വേണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല, എനിക്ക് ഇങ്ങനെ പോകുന്ന പോലെയൊക്കെ പോയാൽ മതി എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രത്യേകിച്ച് എനിക്ക് സ്ട്രഗിളിംഗ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോകും. എനിക്കിപ്പോൾ കിട്ടുന്ന 15,000 രൂപ തന്നെ ഞാൻ ജീവിച്ചാൽ മതി, എനിക്ക് ബൈക്ക് വേണ്ട, കാറ് വേണ്ട, എൻ്റെ ലൈഫ് ഇങ്ങനെ തീർന്നാൽ മതി. നിങ്ങൾ ആഗ്രഹിച്ചു നോക്ക്, ഒരു പ്രോബ്ലം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ എപ്പോഴെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എൻ്റെ ലൈഫ് ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം, ഞാൻ കൂടുതൽ മെച്ചപ്പെടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിമിഷത്തിൽ, ലോ ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ലൈഫിലേക്ക് സ്ട്രഗ്ലിങ്ങുകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ വരും. എന്നാൽ അത് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സ്ട്രഗ്ലിംഗ് ആണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ ഇനിയും വർഷങ്ങൾ എടുക്കും. ആ വർഷങ്ങൾ കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ശരിയാണ് എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചത് നന്നായി. അന്ന് നമ്മളെന്താ പറഞ്ഞിട്ടുണ്ടാകുക? വൈ, എന്തുകൊണ്ടാണ് ഇറ്റ്സ് ഹാപ്പൻ ടു മീ, എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, വാട്ട് ഐ ഡിഡ് ഇറ്റ് സ്ട്രോങ്, ഞാൻ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ നമ്മൾ പ്രപഞ്ചശക്തിയോട് ചോദിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തിരിച്ചു തരാണ്, ശരിയാണ് അത് സംഭവിച്ചതാണ് ഇതിന് കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുള്ള എത്രയോ സന്ദർഭം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മെമ്മറി ഒന്ന് ബാക്കിലേക്ക് കൊണ്ടുപോയാൽ മതി. അങ്ങനെ എല്ലാ ആളുകളും എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പോ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ സ്ട്രഗ്ലിംഗ് വന്നിട്ടുണ്ടെങ്കിൽ, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. പറയാൻ പറ്റും നമുക്ക്, താങ്ക് യു, എന്നെ കൂടുതൽ കരുത്തനാക്കിക്കൊണ്ടിരിക്കുന്ന നന്ദി, കൂടുതൽ ചലഞ്ചസ് ഏറ്റെടുക്കാൻ എനിക്ക് അവസരങ്ങൾ നൽകിയതിന് നന്ദി, ആ ചലഞ്ചസിന് ഓവർകം ചെയ്യാനുള്ള കപ്പാസിറ്റി, കഴിവ്, സ്ട്രെങ്ത് എനിക്ക് നൽകിയതിന് നന്ദി. നിങ്ങൾ എന്തോ സ്ട്രഗ്ലിംഗ് എനിക്ക് തന്നു കഴിഞ്ഞാലും ഞാൻ അതിനൊക്കെ ഓവർകം ചെയ്യും. ചെറിയ കുട്ടികളായിരുന്നപ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഗെയിം കളിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാവും. എൻ്റെ മോനൊക്കെ ഗെയിം കളിക്കും. അതിന്റെ ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും തേർഡ് സ്റ്റേജൊക്കെ വളരെ ഈസി ആയിരിക്കും. അങ്ങോട്ട് പോകും തോറും അതിന്റെ ഈസിനെസ് കുറയും, ഹാർഡ്ഷിപ്പ് കൂടും, അതിന്റെ ത്രില്ലും കൂടും. അതാണ് രസം. ഒരു ഗെയിം നമുക്ക് വളരെ ഈസി ആയിട്ട് ജയിക്കുമ്പോൾ നമ്മളുടെ ഡോപ്പമൈൻ അല്ലെങ്കിൽ നമ്മുടെ ത്രില്ല് കുറയും. റിസ്ക് എടുത്ത് കളിച്ചിട്ടുള്ള ഗെയിം ജയിക്കുമ്പോൾ അവരിങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കും, വളരെ സ്ട്രോങ് ആയിട്ടിരിക്കും, ഒരു സ്ട്രോങ് പീപ്പിൾ ആയിട്ട് മാറും. ഇതേപോലെ തന്നെ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് കാത്തിരുന്ന ഒരു വ്യക്തിയാണ് മെസ്സി എന്ന് പറയുന്ന വ്യക്തി. ലോകം മുഴുവൻ അദ്ദേഹത്തിനെ പരിഹസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇനി പൃഥ്വിരാജ് എന്നുള്ള ആക്ടറിലേക്ക് വരികയാണെങ്കിലോ, രാജപ്പൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ട്രോളി സോഷ്യൽ മീഡിയ പൊങ്കാലായിട്ട് ഒരാളുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് രാജു ചേട്ട അല്ലെങ്കിൽ രാജു ഞങ്ങൾ അഭിമാനമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം അതേ ആളുകളെ കൊണ്ട് തിരുത്തി പറയിക്കുന്നതാണ് പ്രതികാരം എന്ന് പറയുന്നത്. നിങ്ങൾ പരിഹസിച്ച അതേ ആളുകൾ, രാജപ്പൻ എന്ന് വിളിച്ച ഈ മലയാളികളെ കൊണ്ട് തന്നെ അദ്ദേഹം രാജു ചേട്ടൻ അല്ലെങ്കിൽ പൃഥ്വിരാജ് ഞങ്ങളുടെ അഭിമാനമാണ്, മലയാള സിനിമയുടെ അഭിമാനമാണ് എന്ന് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതേ എയിം നിങ്ങൾക്കുണ്ടാവുക എന്നതാണ്. നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കോട്ടാണ്, നെൽസൺ മണ്ടേല പറഞ്ഞിരിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കോട്ടാണ്. ഞാൻ ഷെയർ ചെയ്തത്. ദ ഗ്രേറ്റസ്റ്റ്, കാണാൻ സാധിക്കുന്നില്ലേ? വിസിബിൾ ആണല്ലോ? എനിബഡി കാണാൻ സാധിക്കുന്നുണ്ടോ? ഓക്കെ ആണ് സർ. ഓക്കെ, താങ്ക് യു. The greatest glory in living lies not in never falling, but it's trying every time we fall. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗ്ലോറി എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പരാജയപ്പെടാതിരിക്കുന്നതല്ല. ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നിങ്ങൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതാണ്. When you like a baby, നിങ്ങളൊരു കൊച്ചു കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ
പിച്ച വെച്ച് ഇങ്ങനെ നടങ്ങിയ സമയത്ത് നിങ്ങളുടെ അമ്മ തൊട്ടപ്പുറത്ത് ഇരുന്നിട്ട് അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ പറയും, ഇങ്ങനെ കൈയടിച്ച് ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും, മോനെ വാ, മോളെ വാ. നിങ്ങളിങ്ങനെ നടക്കുന്ന സമയത്ത് അവിടെ ഒന്ന് വീണു പോകും. ഉടനെ അമ്മ ഓടി വരൂല. അമ്മ എന്ന് പറയും, ട്രൈ അഗെയിൻ, യു ക്യാൻ ഡു ദാറ്റ്, ട്രൈ അഗെയിൻ. അമ്മ അച്ഛനോട് വീണ്ടും വീണ്ടും ഇങ്ങനെ കൈയെടുക്കും, മോൻ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്, മോൾ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്ക്. അവരുടെ ഭാഷയിൽ നമ്മൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അഗെയിൻ അവരെണീക്കും. അങ്ങനെ 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 നടന്നിട്ടാണ് മനുഷ്യൻ ജീവിതത്തിലേക്ക് നമ്മൾ ഒരു കൊച്ചു കുഞ്ഞിൽ നിന്നും നടത്തം ആരംഭിച്ചത്. അവിടെ തന്നെ നിങ്ങൾക്ക് ദൈവം മെസ്സേജസ് തരികയാണ്. ദൈവത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു, നേരെ പ്രസവിച്ചു കഴിഞ്ഞാൽ എഴുന്നേറ്റ് നടക്കുന്ന എത്രയോ ജീവികൾ ഈ ലോകത്തിലുണ്ട്. നിങ്ങളെ വീട്ടിലൊരു പശു പ്രസവിച്ചു കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ടോ നടക്കും. ഒരാട് പ്രസവിച്ചു കഴിഞ്ഞാൽ നടക്കും. ഒരു പൂച്ച പ്രസവിച്ചു കഴിഞ്ഞാൽ നടക്കും. ഒരു മുട്ടയിൽ നിന്ന് വരുന്ന കോഴിക്കുഞ്ഞ് വരെ കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നടക്കുമ്പോൾ മനുഷ്യനോട് പറയാണ്, നീ ആദ്യം ഒന്ന് മലർന്ന് കിടക്ക്, പിന്നെ നീ എന്ത് ചെയ്യാൻ പഠിക്ക്, കമിഴ്ന്ന് കിടക്കാൻ പഠിക്ക്, പിന്നെ നീ മുട്ടുകുത്താൻ പഠിക്ക്, പിന്നെ നീ ഞരങ്ങി പോ, എന്നിട്ട് പതുക്കെ എണീറ്റ് നിൽക്കാൻ പഠിക്കും. എണീറ്റ് നിൽക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും, നടക്കാൻ പഠിക്കും. നടക്കാൻ പഠിക്കുമ്പോൾ ഇതിന്റെ ഓരോ പ്രോസസ്സിങ്ങിലും നീ തളർന്നിട്ടുണ്ടാവും. കവിന്ന് കിടക്കാൻ നോക്കുമ്പോൾ ഈ കുട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ട്രൈ ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക, കമിഴ്ന്ന് കിടന്നിട്ടുണ്ടാവുക. മുട്ടുകുത്താൻ നോക്കിയപ്പോഴും കഴിഞ്ഞിട്ടില്ല. ട്രൈ ചെയ്ത് പ്രോത്സാഹനം കൊടുത്ത് നിങ്ങൾ ആ കുട്ടിയെ മുട്ടുകുത്തിച്ചു. മുട്ടുകുത്തിയ കുട്ടി പിന്നീട് ഇരിക്കാൻ നോക്കിയപ്പോഴും ഒരുപാട് തവണ വീണു. അപ്പോഴും പ്രോത്സാഹനം കൊടുത്തിരുന്നു. അപ്പോഴൊക്കെ നിങ്ങൾ സന്തോഷിക്കും. ഇരുന്ന കുട്ടി പിന്നെ നിൽക്കാൻ ശ്രമിച്ചു, പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു, പിന്നെ ആ പിടി വിട്ടു നിൽക്കാൻ ശ്രമിച്ചു, പിന്നെ നടക്കാൻ ശ്രമിച്ചു. ദർ ഇസ് എ മെസ്സേജ് ഫോർ യു. ജീവിതത്തിൽ ഇതെല്ലാം ഉണ്ടാവും. ഇതേ നടത്തത്തിനിടയിൽ ചിലപ്പോൾ നമ്മൾ വീണ്ടും വീഴും. നീ ഇനി നടക്കാനൊക്കെ തുടങ്ങി, നടക്കാനൊക്കെ പഠിച്ചു, ബട്ട് നീ കെയർഫുൾ ആയിരിക്കണം. നിന്റെ നടത്തത്തിൽ നീ കെയർഫുൾ ആയിരിക്കണം. നീ കെയർഫുൾ ആയിട്ടില്ലെങ്കിൽ നീ ചെളിയിൽ ചവിട്ടിയിട്ടോ ബാക്കിയുള്ള സമയത്ത് നീ വീണാക്കാം. സോ ലോ ഓഫ് അട്രാക്ഷനിൽ ഫൈനലി നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എനിക്കൊരു പറയാനുള്ള ഒറ്റ കാര്യം, ഇഫ് യു ഹാവ് എ ഡ്രീം, ജസ്റ്റ് വർക്ക് ഫോർ ഇറ്റ്. നിങ്ങൾക്ക് ഒരു സ്വപ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക. ഫോർഗെറ്റ് അബൌട്ട് ദ റിസൾട്ടിനെ കുറിച്ച് നിങ്ങൾ ഫോർഗെറ്റ് ചെയ്യുക. കണ്ടിന്യൂസ്ലായിട്ട് വർക്ക് ചെയ്യുക. ദിസ് ഇസ് മൈ ഡ്രീം, ഐ വാണ്ട് ടു അച്ചീവ് ദാറ്റ്. കുറേ ആളുകൾ പറയും നിങ്ങളോട്, യു ക്യാൻ ഡു ദാറ്റ്, നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്കതിൽ 100% വിശ്വാസം ഉണ്ടെങ്കിൽ, നിങ്ങൾ പോകുന്ന വേ കറക്റ്റാണ് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഡോണ്ട് ബിലീവ് അതേഴ്സ്, ബിലീവ് ഇൻ യുവർ സെൽഫ്. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നടക്കൂല, ഇതൊന്നും നടക്കൂല സേഫ്, ഡിമാജിക് എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റി ഇങ്ങനെ കൊണ്ടുവരക്കൾ നടക്കൂല. ഇതൊക്കെ എങ്ങനെ എല്ലാ ദിവസവും മാനേജ് ചെയ്യുക? ആരെ കണ്ടിട്ടാ കൊണ്ടുവരക്കാൻ പറ്റുക? ടേബിൾ ടോക്ക് കൊണ്ടുവരക്കാൻ സാധിക്കൂല. ഒരു സമയത്ത് ഇങ്ങനെ സ്പീക്കർ ആവാൻ സാധിക്കൂല. ഇതൊന്നും പോസിബിൾ അല്ല. നീ ഇപ്പൊ ചെയ്യുന്ന ജോലി തന്നെ ചെയ്തോ, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അത്യാവശ്യം വരുമാനം ഉണ്ടല്ലോ. ഓരോ ഞാൻ ഡിസിഷൻസ് എടുക്കുമ്പോഴും എൻ്റെ കൂടെയുള്ള പല ആളുകളും പറയും, സേഫ് എന്തിനാണ് ഞാൻ ചെയ്യുന്നത്, വേണോ? ലാസ്റ്റ് ഞാൻ നവംബർ 23 തീരുമാനത്തിലുണ്ടായിരുന്നു, എൻ്റെ ലൈഫിൽ ഇനി എൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ് ട്രെയിനർ ആവുക എന്നുള്ളതാണ്. ബാക്കിയുള്ള എല്ലാ ജോലികളും ഞാൻ ക്വിറ്റ് ചെയ്യണം. അപ്പൊ എന്നോട് ചോദിച്ച ആളുകളുണ്ടായി, നല്ല വരുമാനം ലഭിക്കുന്ന, നല്ല കാര്യങ്ങൾ ലഭിക്കുന്ന ഒരു സംഭവമല്ലേ, ക്വിറ്റ് ചെയ്യണോ? ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചു. എനിക്കൊന്നും കൂടെ ഒന്ന് ആലോചിക്കാനില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്തു, ക്വിറ്റ് ചെയ്തു. ഓക്കെ, എന്ന ഹാബിറ്റ് അക്കാഡമി, ബാക്കിയുള്ള സംഭവങ്ങൾ, ഡ്രീം മാപ്പിംഗ് കോഴ്സ്, ഡിമാജിക് ഒന്നും കൂടെ സ്ട്രോങ് ആയി. ഇതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബിഹൈൻഡ് ദാറ്റ് ഡിസിഷൻ. അതിൻ്റെ ഉള്ളിൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാവും, പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ടീമിനോടും കാര്യങ്ങളോട് പറയും, എന്താണ്, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റും, നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പരിപാടി നടത്തി ആൾ വന്നില്ല എന്ന് വരും, ചിലപ്പോൾ പരിപാടി നടത്തി ആൾ വന്നെന്ന് വരും, ചില ആളുകൾ കോഴ്സിൽ ജോയിൻ ചെയ്തെന്ന് വരും. പക്ഷെ നമ്മുടെ ഡ്യൂട്ടി എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അതിലേക്കുള്ള എനർജി എന്ത് ചെയ്യുക, പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ എനർജി നമുക്ക് എന്ത് ചെയ്യും, ഒരിക്കൽ തിരിച്ച് റിസൾട്ട് ആയിട്ട് വരും. താങ്ക് യു. ഹാൻഡ് ഓവർ ടു മുഫീദ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സർ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. സുലേഹ മാം. ഹായ്, മാജിക് മോർണിംഗ്. ഞാൻ എനിക്കൊരു എക്സ്പീരിയൻസ് മാമിന്റെ ാണ് എനിക്കിന്ന് പറയാനുള്ളത്. കാരണം ഞാൻ ഇപ്പൊ വീട്ടിലാണുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോ, ഹലോ, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്.
നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കേൾക്കുന്നുണ്ടോ? മാം എന്നാ വീഡിയോ ഓഫ് ചെയ്ത് സംസാരിച്ച ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും. ഹലോ, ഓക്കെ, മാജിക് മോർണിംഗ് ഓൾ. മോർണിംഗ് മാം. ക്ലിയർ ആണോ? ഓഡിയബിൾ ആണോ? യെസ് മാം. ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് നമ്മൾ കുറെ നാളുകളായി സാറിന്റെ അടുത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് പറഞ്ഞ പോലെ നമ്മൾ ഒന്നിലേക്ക് ഇറങ്ങുമ്പോൾ കുറെ സ്ട്രഗിൾസ് ഇടയ്ക്ക് വെച്ച് ഡൗൺ ആവാറുണ്ട്. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് അതിന്റെ ബാക്കിൽ നല്ല എന്തോ ഉണ്ട് വരാന്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനുണ്ട്. അങ്ങനെ തോന്നി അതിൽ നിന്ന് ഇപ്പോ എണീറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇന്നും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു സ്ട്രഗിളിലൂടെയാണ് ഈ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്യുന്നത്. കാരണം എനിക്ക് വീട്ടിൽ വന്നപ്പോ അറിയില്ലായിരുന്നു പെട്ടെന്ന് എന്റെ മൊബൈൽ കംപ്ലൈന്റ് ആവുന്നു, ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലെന്നൊന്നും അറിയില്ലായിരുന്നു. ഇന്നലെയാണ് വീട്ടിലേക്ക് എത്തിയത്. അപ്പോ ഇന്ന് രാവിലെ നോക്കുമ്പോഴത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി. എങ്ങനെ നോക്കിയിട്ടും ഓൺ ആവുന്നില്ല. പിന്നെ ഞാൻ ഫുള്ള് ആ മോർണിംഗിൽ 4 മണി തൊട്ട് മെസ്സേജ് ഒന്നും അയക്കാൻ പറ്റുന്നില്ല. ഗ്രൂപ്പിൽ ലിങ്ക് വന്നോന്ന് കൂടി അറിയില്ല. എനിക്കിനി ആരാ ലിങ്ക് അയച്ചു തരാന്നും കൂടി അറിയില്ല. ഞാൻ അപ്പം മുതൽ കാണാണ്, വിഷ്വൽ ചെയ്തോണ്ടിരിക്കുകയാണ് എനിക്ക് സൈഫ് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ ക്ലാസ്സില് നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുന്നത്. ആ 4 മണി മുതൽ എന്റെ മൈൻഡിൽ അതായിരുന്നു. പിന്നെ നോമ്പിന്റെ ഇത് ഫുഡൊക്കെ കഴിക്കാനുള്ളത് കഴിക്കുന്നതിന്റെ ഇടയിലും ഫുള്ള് മൈൻഡിൽ ഫുൾ ഇതായിരുന്നു. എന്നിട്ട് കറക്റ്റ് ടൈമിൽ എന്റെ കയ്യിൽ ആരുടെയും കോൺടാക്ട് നമ്പർ ഈ അനിയത്തിന്റെ നമ്പർ ഫോണിൽ ഇല്ല. ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഗ്രൂപ്പിലെ പുതിയ കുറച്ച് 4 ഹലോ മാം. 5 പേര് നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു. അവരാണ് പറഞ്ഞോളൂ മാം. ഞാൻ വിചാരിച്ചു കേൾക്കുന്നില്ലെന്ന്. അങ്ങനെ ലാസ്റ്റ് ഇപ്പൊ സവിത മാമിനെയും പിന്നെ ജെസ്സി മാമിനെയാണ് എനിക്ക് അതിൽ നിന്ന് കിട്ടിയത്. വേഗം അവർക്ക് മെസ്സേജ് അയച്ചു, ഗ്രൂപ്പിൽ ലിങ്ക് വന്നോന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ എനിക്കും കൂടി ആ ലിങ്ക് സെൻഡ് ചെയ്യാൻ. പിന്നെ നോക്കുമ്പോൾ സൂം ആപ്പ് ഇതിലില്ല. പിന്നെ വേഗം അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് കറക്റ്റ് ഏത് സാറ് മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ഒരു 10 മിനിറ്റ് വൈകിയുണ്ട്. എന്നാലും ആ വീടിന്റെ വിഷ്വൽ ചെയ്യുന്ന കറക്റ്റ് ടൈമിലേക്ക് എനിക്ക് കയറാൻ പറ്റി. ശരിക്കും ഞാൻ എക്സൈറ്റഡ് ആണ്. കാരണം പിന്നെ ഇപ്പൊ ഞാൻ ഈ വ്യൂ കൂടി നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ഡേ ഏപ്രിൽ 1 നമുക്ക് പുതിയൊരു വൈബ് കാണിക്കാൻ വേണ്ടി ഞാൻ ഇതാ ബീച്ചിൽ വേഗം കൊണ്ടുവന്ന് ചെയറിങ് ഇതൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണ്. പക്ഷെ കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അതാണ് പിന്നെ വീഡിയോ ഓഫ് ചെയ്ത്. അപ്പൊ ശരിക്കും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കും, അല്ലെങ്കിൽ നമ്മൾ ഇതിലൂടെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നമ്മളെ ഇതില് അനുഭവങ്ങളാണ് ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുവരും. താങ്ക് യു സേഫ് സാർ, താങ്ക് യു ഓൾ ടീം ബി മാജിക്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. സിന്ധു മാം. മാജിക് മോർണിംഗ് ടു ഓൾ. സാറ് പറഞ്ഞ ക്ലാസ് ശരിക്കും എനിക്ക് വേണ്ടിയുള്ളതാന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഞാൻ ഏതൊരു അംഗൻവാടി ടീച്ചറിനെ ഈ ഒരു കാര്യത്തിലേക്ക് വിളിക്കുമ്പോഴും ആർക്കും സമയമില്ല. എല്ലാവർക്കും ഇപ്പൊ മാർച്ച് മാസത്തിലൊക്കെ ഒരുപാട് ജോലി തിരക്കായിരുന്നു. എന്നിട്ടും എനിക്ക് ഇടയിൽ പറ്റണ ദിവസങ്ങളിൽ മാത്രമേ ഞാൻ ഇതിൽ കയറിയിരുന്നുള്ളൂ. പക്ഷെ ഇന്നലെ ഞാന് നമ്മളെ ഗ്രൂപ്പിൽ ഒരു സൂം മീറ്റിംഗ് വെച്ചപ്പോ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഒരു 30-ലും മേലെ ആളുകളുള്ളൊരു സബ് ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാൻ. അപ്പൊ ഞാൻ സ്ട്രഗിൾ ചെയ്തേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ട് ഇന്ന് തൊട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യണുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഒരു കാര്യം തുടങ്ങാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരുപാട് സ്ട്രഗിളിങ് ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണത്. നമ്മളെല്ലാവരും ഓരോ കംഫർട്ട് സോണിനുള്ളിലാണ് എല്ലാവരും നിൽക്കുന്നത്. ഇപ്പോഴും 30-ലും മേലെ ആളുകൾ ഉണ്ടെങ്കിലും മുഴുവൻ ആൾക്കാരൊന്നും നമ്മളെ ഗ്രൂപ്പിലേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. നമ്മൾ ഒരു തവണ 2 ആവർത്തി വിളിച്ചു കഴിഞ്ഞിട്ടും ആരും എത്തുന്നില്ല. അപ്പോൾ വീണ്ടും അവരെ ഇനിയും നമ്മൾ അതിനെ നമ്മളെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഇനിയും സ്ട്രഗിളിങ് ഏറ്റെടുത്തേ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ എന്തിനും തയ്യാറാണ്. ഞാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കാൻ നിന്ന് വിട്ടിട്ട് വീണ്ടും. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ സാറ് ഒരു കാര്യം പറഞ്ഞ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോൾ ഓരോ സ്റ്റെപ്പുകളും അവര് തുടങ്ങുന്ന സമയത്ത് അവരെ നമ്മള് കൂടുതൽ ഇതിലേക്ക് ഇങ്ങോട്ട് ഇമ്പ്രൂവ്മെന്റ് ആക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കയ്യടിച്ചിങ്ങനെ പ്രോത്സാഹിപ്പിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ 1 വയസ്സ് 2 മാസമായ ഒരു മോളുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവളിതാ നടക്കാൻ തുടങ്ങുമ്പോ ഭയങ്കര മടിയാ. അപ്പോഴും ഞാൻ ഇങ്ങനെ കൈപിടിച്ചിങ്ങനെ കൈയടിച്ച് അവളെങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവൾ 1-2 സ്റ്റെപ്പ് ഇങ്ങോട്ട് വെക്കുന്നത്. സത്യമാണത്. അത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പ്രോത്സാഹനാണ്. അപ്പോ നല്ല ക്ലാസ് ആയിരുന്നു സാറേ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. സാറിന്റെ 2-3 ക്ലാസ് എനിക്ക് മിസ്സായാലും ഒരുപാട് സങ്കടമുണ്ട്. എന്തായാലും ഞാനത് യൂട്യൂബ് ചാനലിലൂടെയെങ്കിലും കണ്ടിട്ട് ഞാനത് ക്ലിയർ ആക്കും. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു.
മുഫീദ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സിന്ധു മാം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഹാൻഡ് റൈസ് ചെയ്യാം. ഷൈനി മാം. ഗുഡ് മോർണിംഗ് മാജിക് മാം. തെറ്റിപ്പോയി. എന്താണ് സേഫ് സാറിന്റെ ഈ ഗ്രൂപ്പിൽ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് മാറ്റം ഉണ്ടായി. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കാറുണ്ടായിരുന്നു എന്താ ഇങ്ങനെ വരുന്നതെന്നൊക്കെ. അപ്പോൾ ലാസ്റ്റ് മന്ത് ഞാൻ സാറിന്റെ ഒരു കോഴ്സിന് 7 days ജോയിൻ ചെയ്തു. അപ്പോൾ തന്നെ അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ആയിപ്പോയി. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല ആ ക്ലാസ്സിന് ഇരിക്കാനോ ഒരു കാര്യവും ഫോളോ അപ്പ് ചെയ്യാൻ. ഫുൾ ഡേ ഇങ്ങനെ ഹോസ്പിറ്റലിലും വീട്ടിലുമായിട്ട് കിടന്നുപോയി. സാറിന്റെ ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒക്കെ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ കിടന്ന് ഒരു പകുതി മയക്കത്തിലാണ് കേൾക്കുന്ന പോലും. അപ്പോഴും ഞാൻ ആലോചിച്ചു, ഞാൻ ഒരു കാര്യത്തിന് വേണ്ടി വരുമ്പോ പോലും ഇങ്ങനെയൊക്കെയാണല്ലോ വന്നു പോണേന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും ഒരു കോഴ്സിന്റെ എങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു റൂട്ട് കിട്ടിയല്ലോ. ഇനി നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ഒരു കോഴ്സ് ചേർന്നിട്ട് അതിന്റെ കൂടെ പോകുമ്പോഴത്തേക്ക് അത് ശരിയാകും എന്ന് വെച്ച് വീണ്ടും അടുത്ത ഒരു കോഴ്സിലൂടെ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞ് വീണ്ടും അതിലേക്ക് അടുത്ത കാര്യങ്ങളൊക്കെ വേണ്ടി പ്രിപ്പയർ ഒക്കെ ചെയ്ത് ഹെൽത്ത് എല്ലാം ഓക്കെ എല്ലാ കാര്യങ്ങളും ഒന്ന് റെഡിയായി കൊണ്ടുവന്നപ്പോഴത്തേക്കാണ് പിന്നെ ജോയിൻ ചെയ്യണം എന്നുള്ള എല്ലാ ഇതിലിരിക്കുമ്പോൾ വീട്ടിൽ പിന്നെ അതിൻ്റെതായിട്ടുള്ള വലിയൊരു വിഷയം. എൻ്റെ ബ്രദറിനെ തന്നെ ഡി അഡിക്ഷൻ സെന്ററിലേക്കൊക്കെ കൊണ്ടുപോകേണ്ട അത്രത്തോളം വലിയ രീതിയിലേക്ക് അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ എല്ലാ കാര്യവും നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതിന്റെ പിറകെ ഇങ്ങനെ ഓടിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് ചിലപ്പം ഇപ്പൊ ഞാൻ ജോലി ചെയ്യണത് ഇതില് എൻ്റെ വീട്ടിലുള്ളവരെ തന്നെ എനിക്ക് കൊണ്ടുപോവേണ്ട ഒരു ബുദ്ധിമുട്ടും കാര്യവും അതിൻ്റെതായിട്ടുള്ള കുറെ മാനസികമായിട്ടൊരു വിഷമമുണ്ട്. പക്ഷെ ചെയ്യാനായിട്ട് വേറെ ആരുമില്ല. അതൊക്കെ നമുക്ക് തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ ഇപ്പം എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇരുന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മുടെ ബോൾഡ് ആക്കാനും നമുക്ക് ഇതിലൂടെയൊക്കെ കടന്നു വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ശരിക്കും നന്നായിട്ട് ബോൾഡായി അതിനു വേണ്ടിയായിട്ടായിരിക്കും എന്ന് എനിക്ക് ശരിക്കും ഇപ്പം തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ ആദ്യം അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു ക്ലാസ് എനിക്ക് വേണ്ടിയിട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. താങ്ക്സ് യൂണിവേഴ്സ്, താങ്ക്സ് സേഫ് സാർ. താങ്ക് യു ഷൈനി മാം. ഹക്കീം സർ. ഹലോ, ഗുഡ് മോർണിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്റെ ആ ഒരു പ്രൊഫൈൽ ഫോട്ടോ നിങ്ങൾ മുമ്പ് നേരത്തെ കണ്ടിട്ടുണ്ടാവും. അത് കൊച്ചി മാരത്തോണില് പിന്നെ 3 കിലോമീറ്റർ ഓടിയപ്പോ അവിടുന്ന് പിന്നെ ഒരു ഇതൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതിന്റെ അടുത്താണ് ഞാൻ അത് പറയാനുള്ള കാരണം ലൈഫ് എന്ന് പറയുന്നത് ഒരു മാരത്തോണാണ്. പലപ്പോഴും നമ്മളൊക്കെ വിചാരിക്കുന്നത് വെച്ചാല് ഒരു 100 മീറ്റർ ഓട്ടമാണ് ലൈഫ് എന്ന് വിചാരിക്കും. കാരണം ഞാൻ മുമ്പ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ ഇതുണ്ട്, ഗെയിംസ് ഒക്കെ വരും. സ്പോർട്സ് ഡേ എന്നുള്ളൊരു ദിവസമുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ 1500 കിലോമീറ്ററിന് ഓടാൻ വേണ്ടി, എനിക്ക് മുമ്പ് ഓടിയിട്ട് പരിചയമൊന്നുമില്ല, പക്ഷെ 1500 കിലോമീറ്ററിന് ഓടാൻ വേണ്ടി ഞാൻ പേര് കൊടുത്തിരുന്നു. അങ്ങനെ അത് കൊടുത്തു. പിന്നെ ഞാൻ ആദ്യം ഓടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഉണ്ട്. അപ്പം ഒരുപാട് ഓടിയിട്ട് നല്ല അത്ലറ്റ്സ് അവിടെ ഉണ്ട്. ഞാൻ 1500 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ റൗണ്ട് പിന്നെ വളരെ സ്പീഡിൽ ഓടിയിട്ട് ഏറ്റവും മുമ്പിൽ ഞാനായിരുന്നു. 1500 കിലോമീറ്റർ ആദ്യത്തെ റൗണ്ടിൽ ഏറ്റവും മുമ്പിൽ ഞാനായിരുന്നു. പിന്നത്തെ 2-3 കിലോമീറ്റർ വരുമ്പോഴേക്ക് പിന്നെ തളർന്ന് അവസാനമായി എനിക്ക് തലകറങ്ങി. എനിക്ക് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ ഞാനിത് പറയാൻ കാരണം നമ്മളെല്ലാവരും ഞാനടക്കം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം വളരെ സ്പീഡിലായിരിക്കും, വളരെ ആവേശത്തിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക.
പിന്നെ 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 നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ അതിന്റെ ആവേശം കുറഞ്ഞ് തളർന്ന് നമ്മൾ അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥ വരും. അപ്പം ഞാനും എങ്ങനെയായിരുന്നു ഇപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചൊരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് നല്ല രീതിയിൽ, അതായത് നല്ല ബിസിനസ്, എനിക്ക് മെഡിക്കലിന്റെ ഹോൾസെയിലാണ്, മെഡിക്കലിന്റെ ഹോൾസെയിലിന്റെ ഷോപ്പ് ഉണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ എനിക്ക് റീറ്റെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ പോവാണെങ്കിൽ അങ്ങനെ നല്ല ഒരു രീതിയിൽ കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു. ഒരു 2019-20 ആയിരുന്നു. അത് ആ സമയത്താണ് ഞാൻ പിന്നെ എന്റെ വീട് അത് ഞാൻ കുറച്ച് ഉള്ളോട്ടാണ്. പിന്നെ അതുകൊണ്ട് വീടൊന്ന് നല്ലൊരു സ്ഥലത്ത്, ഒരു ടൗണിൽ മുണ്ടേനുമൊട്ടൊരു കണ്ണൂരിന് ഒരു 8 കിലോമീറ്റർ അതിലൊരു സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ച് വീടെടുക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. അത് പിന്നെ അതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് ഞാനായിരുന്നു. എന്റെ ഫാമിലിയിലെ മൂത്ത ആളാണ് ഞാൻ. അപ്പോൾ ഞാനായിരുന്നു ഇനീഷ്യേറ്റീവ് എടുത്തത്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, നിന്നെ കൊണ്ടാവോ ഇത് വലിയ ടാസ്ക് ആണ്, നിന്നെ കൊണ്ടാവില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞ ഞാനായിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുൻകൈ എടുത്തിട്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച്. അപ്പൊ ആ സമയത്ത് ഞാനൊരു ബിസിനസ് തുടങ്ങി. ഇത് ലോങ് ആയി പോകുന്നുണ്ടോ, ഞാനിത് എക്സ്പീരിയൻസ് നിർത്തിയാണ്. പിന്നെ അങ്ങനെ സ്ഥലം വാങ്ങിച്ചു. അങ്ങനെ ആ സമയത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ടായി. പിന്നെ ആ സമയത്ത് കൊറോണ. ഒരു മിനിറ്റ്, സോറി, Okay. പെട്ടെന്നൊന്ന് പറയാവോ? പെട്ടെന്നൊന്ന് പറയാം, കാരണം നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് ഷെയർ ഓക്കെ ചെയ്തു. അല്ല, ഞാനിത് പറയാനുള്ള കാരണം എന്റെ ലൈഫിൽ പിന്നെ ഇത് സംഭവിച്ചാണ്. അപ്പൊ അതിനുശേഷം പിന്നെ എനിക്ക് ആ വീട് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പിന്നെ എന്റെ ലൈഫിൽ അങ്ങനെ ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉണ്ടായി. ഒരുപാട് കടങ്ങളായി, ബിസിനസ് കുറച്ച് ലോസിലായി. പിന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നം എനിക്ക് ഭയങ്കരമായിട്ട് പിന്നെ ഡിപ്രഷൻ വന്ന സമയങ്ങളുണ്ടായിരുന്നു. ഇനി എങ്ങനെയാണ് ഇതൊക്കെ കടങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും. പക്ഷെ എനിക്ക് ആ വീട് കംപ്ലീറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് ഒരുപാട് കടങ്ങളും സ്ഥലങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞത് പിന്നെ ആ സമയത്ത് ഞാൻ മുമ്പ് ഒരു തന്നെ അംഗമായിട്ടുണ്ട്. അപ്പൊ അവിടുന്ന് മെഡിറ്റേഷനും ഇതും ഒക്കെ എനിക്ക് വീണ്ടും ഇപ്പം എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലൈഫില് എല്ലാവർക്കും സ്ട്രഗിളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും നമ്മളെ ലൈഫില് പ്രതീക്ഷ കൈവിടരുത്, ഹോപ്പ് കൈവിടരുത്. പിന്നെ നമുക്ക് ജീവിതത്തിൽ സക്സസ് നേടുവാൻ സാധിക്കും എന്ന് പറയും. അതെന്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞതാണ്. താങ്ക് യു ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു ഹക്കീമേ, സച്ച് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഷെയർ. അതായത് ലൈഫ് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഓൾവേസ് റിമെമ്പർ ഹവരി ഹാർഡ്ഷിപ്പ് ദർ ഇസ് എ ഈസിനെസ് ഇന്നമാലു സീരിയസ്. ഓക്കെ, എല്ലാ ഹാർഡ്ഷിപ്പിനോടും എന്തുണ്ടാവും, ഒരു ഈസിനെസ് ഉണ്ടാവും. ഓക്കെ, ബിലീവ് ഇൻ യുവർ സെൽഫ്. സോ മഫീദ, ഇറ്റ്സ് വെൽ. ഓക്കെ, താങ്ക് യു ഹക്കീം സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി ആർക്കും ഷെയർ ചെയ്യാനില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുമല്ല നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ ഓൾറെഡി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ റിമൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവേശം റെസിഡൻഷ്യൽ ക്യാമ്പിനെ കുറിച്ചിട്ട്. അപ്പം 5th സ്റ്റാൻഡേർഡ് മുതൽ ഉള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ അറിവിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഓൾറെഡി അതിനു വേണ്ടി രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, സുലേഹ മാം. ഒരു മിനിറ്റ് സാർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ആ വൈബ് പ്രോഗ്രാം കഴിഞ്ഞോ? നമ്മളത് നോമ്പ് വരെയാണോ? ലാസ്റ്റ് വ്യാഴാഴ്ച ഉണ്ടോ നമ്മുടെ വൈബ് പ്രോഗ്രാം? നോമ്പ് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്യും. ഇപ്പൊ നിർത്തി വെച്ചിരിക്കുകയാണോ? സമയം ശരിയായിരുന്നു, സമയം നമുക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു സാർ. പിന്നെ അതുപോലെ മീറ്റപ്പിന്റെ കാര്യം ഈ വെക്കേഷനിൽ ഉണ്ടോ? അത് അറിയിക്കാം മാം, സുലേഹ മാം, അത് അറിയിക്കാവുന്നതാണ്. വൈബിന്റെ പ്രോഗ്രാം നമ്മൾ നോമ്പായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതാണ്, നോമ്പിന് ബുദ്ധിമുട്ടായതുകൊണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു റെസിഡൻഷ്യൽ ക്യാമ്പിന്റെ കാര്യം മറക്കാതെ നിങ്ങൾ ഓർമ്മിക്കുക. അതെ, 3 ദിവസത്തെ ക്യാമ്പാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അതെ, നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്തിട്ടുള്ള സേഫ് വാൾപ്ലസ് സാറിനും അതുപോലെ ഈ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും, ദി മാജിക് ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. Thank you, Saisa. Thank you. Thank you.